എന്റെ ആടിന് വല്ലവരും കഞ്ഞോളം കൊടുത്തോ? ഓ പിന്നെ, അകത്ത് 100 വട്ടം പണിയുണ്ട്. പിന്നെ നിന്റെ ഒരാട്. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമടി. നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്ന് പറട്ടെ, അപ്പ കാണാം. വാ മോളെ. എന്താ ഇത് വെല്ലിക്കാക്ക? ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളാര്, കോഴി, ആട്, കാക്ക, താറാവ്. ഓ, ആടിനെ തീറ്റി വളർത്താൻ കണ്ടൊരു സ്ഥലം. എല്ലാത്തിനെയും ഞാനിന്ന് പാകമാക്കും. ഉമ്മ, ആ വടിയും തെറ്റാനും എടുത്തോണ്ട് വാ. ഖദീജ, ഞമ്മടെ ആടിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിൽ അവകാശമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ്. വാ പോകാം. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശമുണ്ടോന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഹനീഫക്കാനെയും പിള്ളാരെയും കെട്ടുവളയും കുടിയിറക്കും. ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ടു പോകരുത്. നിന്റെ എല്ലി ഞാൻ തകർത്ത് കളി. ബൂ, ഹനീഫയും മറ്റും എവിടെ പോയി താമസിക്കുമ്പോഴാ? അവരെ ഹനീഫക്കയുടെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. എടാ, അതിന് കണ്ടമാനം കാശ് വേണം. ഹനീഫക്ക മഹാ അർക്കീസാ, ഒരുപാട് രൂപയുണ്ടെന്നേ. വലിയക്കാക്ക, ആരും അറിയണ്ട. ആനുമ അറിഞ്ഞ വഴക്കിടും. ഇനി എനിക്ക് വലിയക്കാക്ക പാടായിട്ടൊന്നും തരണ്ട. ഞമ്മടെ ഖദീജയ്ക്ക് 2 കമ്മല് മതി. ഹനീഫ അറിയണ്ട, കൊച്ചിക്കായ അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിയുടെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ മതി. ആ, വല്ലവരോടും പറയുവോ? പരമരഹസ്യമാക്കി വെക്കും. കമ്മലുടനെ വേണം. നോക്കട്ടെ. അബിക്കും സൈദ് മുഹമ്മദിനും പാത്തുക്കുട്ടിക്കും കൊട കൊടുത്തു. എന്റെ ഖദീജ പാവം, അവൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അതോട് ഓർമ്മ വേണം.